الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സമയങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ഏതേത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ നന്നായി ഭയന്ന് അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മൾ മനസ്സ് നിറയെ അള്ളാഹുവിനോട് സ്തുതി പറയേണ്ട ഒരു സന്ദർഭമാണ്. നമ്മൾ കുറച്ച് മാസങ്ങളായി നീണ്ട കാത്തിരിപ്പിലായിരുന്നു. അള്ളാഹുവേ, ഒരു മാസം വരാനുണ്ട്, ആ മാസം എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിത്തിരുത്താൻ, പ്രതിഫലം ഒരുപക്ഷെ അളന്ന് കണക്കാക്കാൻ കഴിയാത്ത രീതിയിൽ വാരിക്കൂട്ടാനുള്ള ഒരു സന്ദർഭമായിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ ദിവസം എനിക്ക് കിട്ടി. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, വിശുദ്ധ ഖുർആൻ പറയാം, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹിൻ്റെ ഫദ്ലില്ല എങ്കിൽ, അവൻ്റെ റഹ്മത്തില്ല എങ്കിൽ, മാ സക്കാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാൾക്കും നന്നാകാൻ പോലും കഴിയില്ലായിരുന്നു. നന്നാകാൻ കഴിഞ്ഞത്, അങ്ങനെ ഒരു റമളാൻ കിട്ടിയത്, അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹുവാണ് ചില ആളുകൾ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റമളാൻ കൊടുക്കാണ്. എത്ര മനുഷ്യരുണ്ട് നന്നാകാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല. പറ്റിയിട്ടുണ്ടോ? അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ റമളാനിന് 2 ദിവസം മുമ്പ്, 1 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് ഒക്കെ അള്ളാഹുലേക്ക് നമ്മളെ വിളിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു ഒരു അവസരം തന്നു. എന്തിന്? ജീവിതം മൊത്തം മാറ്റിമറിക്കാനാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു വലിയ സഹാബിയാണ്. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് പൊട്ടിക്കരയാണ്. മകൻ വാപ്പയേക്കാൾ വലിയ ആബിദാണ്. മകൻ ചോദിക്കാൻ, എന്തേ വാപ്പ താങ്കൾ കരയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞിട്ടുണ്ടല്ലോ താങ്കളെ കുറിച്ച്, താങ്കൾക്ക് സ്വർഗമുണ്ട് എന്ന്, പിന്നെ എന്തിനു താങ്കൾ കരയണം? വാപ്പ മകനോട് പറഞ്ഞു കൊടുക്കാണ്, മകനെ, എൻ്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഘട്ടം, ഞാനന്ന് മുസ്ലിം ആയിരുന്നില്ല. പ്രവാചകൻ എവിടെ കണ്ടിരുന്നാലും കൊല്ലണം എന്ന് ഉദ്ദേശിച്ച് നടന്ന ഒരു കാലമാണ്. അന്നെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഒരു സംശയമില്ല, ഞാൻ നരകത്തിലായിരുന്നു. രണ്ടാമത്തെ ഒരു കാലമുണ്ട്, സത്യം മനസ്സിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്ന കാലം. അന്ന് പ്രവാചകനേക്കാൾ എനിക്ക് ലോകത്ത് വേറെ ഒന്നും ഇഷ്ടമായിരുന്നില്ല. അന്ന് ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം ഉറപ്പാണ്, ഒരു സംശയമില്ല. അള്ളാഹു ഒരു സമയത്തുനിന്ന് മറ്റൊരു സമയത്തൊക്കെ ആയുസ് നീട്ടിക്കൊടുക്കണം. മൂന്നാമത്തെ ഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എനിക്ക് ഭരണങ്ങൾ കിട്ടി, മറ്റു പലതും വന്നു. പിന്നെ എന്താണ് നടന്നത് എന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല. ഞാൻ ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആൻസറബിൾ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ പേടിയുണ്ട് എന്ന് അദ്ദേഹം പറയാം. നമ്മൾ ആലോചിച്ചു, നമ്മളൊക്കെ ജീവിതത്തിൽ ഒന്നും അറിയാതിരുന്ന ഒരു കാലമുണ്ട്, സത്യം അറിഞ്ഞ ഒരു കാലമുണ്ട്. ഖുർആനും ഹദീസും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതം നന്നായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ ജീവിതം കെട്ടുപോയി. പക്ഷെ അള്ളാഹു വീണ്ടും ഒരു അവസരം തന്നിട്ടുണ്ട്. അസഹാബി പറഞ്ഞല്ലോ, 3 ഘട്ടം ഉണ്ടായിരുന്നു, നമുക്കിതാ ഒരു ഘട്ടം വന്നിരിക്കുന്നു. ഈ ഘട്ടം നമ്മൾ അങ്ങനെ തന്നെ മാറേണ്ട ഒരു ഘട്ടമാണ്. നമ്മൾ തൗബ ചെയ്യണം, ആത്മാർത്ഥമായി തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം.
നമ്മൾ ഒറ്റയ്ക്കിരുന്നിട്ട് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല നീയത്തുണ്ടായിരുന്നു. പക്ഷേ ഈ റമദാനായപ്പോൾ എന്തൊക്കെയോ പറ്റിപ്പോയി. ഈ റമദാനിടയിൽ ഞാൻ വർഷങ്ങളായി നിർത്തി വെച്ചിരുന്ന പല തിന്മകളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയില്ല. അള്ളാഹുവെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ കഴിഞ്ഞ മാസമാണ് എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് വ്യാപകമായി നമ്മൾ വായിച്ചത്. അന്ന് വരെ ഏറ്റവും വലിയ മാന്യന്മാരായിരുന്നു നടന്നിരുന്ന രാഷ്ട്രത്തിന്റെ അധികാര സ്ഥാനത്തുള്ള ആളുകൾ ഫയല് പുറത്തു വന്നപ്പോഴേക്ക് അവർക്ക് നാട്ടുകാരുടെ മുമ്പിൽ വരാൻ പറ്റാത്ത അവസ്ഥയായി. 35,000 പേജുള്ള ഫയൽ എന്നാണ് പറഞ്ഞത്. നമ്മളുള്ളവർ ആലോചിച്ച് നോക്കൂ, സമാനമായ ഫയൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുറത്തു കൊണ്ടുവരാനിരിക്കുന്നുണ്ട്. 35,000 ഫയൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഫയലാണ്. ഇതുപോലെ ഒരുപക്ഷെ നമ്മുടെ തിന്മയുടെ കണക്കെടുത്താൽ അത് എത്ര വരുമെന്നും നമുക്കറിയില്ല. ഇതുപോലൊരു ഫയൽ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിൽ ഒരു തിന്മ നാട്ടുകാരുടെ മുമ്പ് പബ്ലിക് ആക്കിയിരുന്നെങ്കിൽ നാട് വിടുകയല്ലാതെ വേറെ വഴിയൊന്നും നമുക്കില്ല. പക്ഷെ അള്ളാഹു മറച്ചു. ഇന്നലെ മറച്ചു, മിന്നാന്ന് മറച്ചു. നീ തൗബ ചെയ്തിട്ട് ചെയ്യൂല എന്ന് പറഞ്ഞു, പിന്നെയും ചെയ്തപ്പോൾ അള്ളാഹു അപ്പോഴും മറച്ചു. ഇനി അള്ളാഹുവിനെ നമ്മൾ പരീക്ഷിക്കരുത്. അള്ളാഹു ചെയ്തൊക്കെ ചെയ്തു പോയി, ഇനി ഞാൻ ചെയ്യൂല. ഞാൻ അന്ന് ചെയ്തപ്പോൾ മറച്ചല്ലോ, ഇനി അള്ളാഹു ചെയ്യുമ്പോൾ ഒരുപക്ഷെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ തൗഫീക്ക് കേടാണ്. അതുകൊണ്ട് ചെയ്തതിനെ ഓർത്ത് നമുക്ക് ദുഃഖിക്കേണ്ട, ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ജാലിസു അഹ്ല തൗബ, നിങ്ങൾ തൗബ ചെയ്ത മനുഷ്യരുടെ കൂടെ ഇരിക്കൂ. ഫഇന്നഹു അറഖുൻ, അവരുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആയിരിക്കും. കാരണം അവർ തിന്മ ചെയ്തു, തിന്മയുടെ എല്ലാ ദോഷവും അവർ അറിഞ്ഞു. ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി കരഞ്ഞവരാണ്. അള്ളാഹുവിനെ ഓർത്ത് ആത്മാർത്ഥമായി കരഞ്ഞ് മനസ്സിന് അവർ നേടിയെടുത്തൊരു ശുദ്ധിയുണ്ട്. അവരുടെ കൂടെ ഇരിക്കും എന്നാണ് പറഞ്ഞത്. അത്രയും സോഫ്റ്റ് ഇല്ല നിന്റെ മനസ്സിന്. തൗബ ചെയ്യണം. നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും വിട്ടെറിഞ്ഞിട്ട് അള്ളാഹുവിനോട് ഏറ്റു പറയണം. ഷഹ്റു റമദാൻ എന്ന് പറയുന്നത് ഷഹ്റു തൗബയാണ്, തൗബ ചെയ്യാനുള്ള മാസമാണ്. എന്ന് മാത്രമല്ല, ഒട്ടനവധി നന്മകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ് സൈദുൽ ഖാത്തിർ. ആ പുസ്തകം തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആളുകൾ ആഖിറത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഈമാൻ ഇങ്ങനെ കയറുന്നുണ്ട്. പക്ഷെ അത് കേട്ട് ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈമാനൊക്കെ കുറഞ്ഞു പോവുക എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അതെന്തുകൊണ്ട് എന്നതിന് അദ്ദേഹം 2 കാരണങ്ങൾ പറയണം. ഒന്നാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞത്, ആളുകൾ ആഖിറത്തെ കുറിച്ച് പള്ളിയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ അവർ കേൾക്കുന്നത് ദുനിയാവെല്ലാം മറന്നിട്ടാണ്. ആ സമയത്ത് അവർക്ക് ദുനിയാവൊന്നും ഓർമ്മയില്ല. ആഖിറത്തെ കുറിച്ച് കേൾക്കുന്നു, ഖബറിനെ കുറിച്ച് കേൾക്കുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് കേൾക്കുന്നു. അത് മാത്രം ഫോക്കസ് ചെയ്ത് കേൾക്കാണ്. ദുനിയാവൊക്കെ ഒരു മറന്നു. ആ സമയത്ത് അറിയാതെ അവരുടെ ഈമാൻ ഇങ്ങനെ കൂടി. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അങ്ങ് നാട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോഴേക്കും അതൊക്കെ അങ്ങ് അടങ്ങി. രണ്ടാമത് അദ്ദേഹം പറയാണ്, ഒരു ചാട്ടമാറിന്റെ അടി കൊള്ളുന്നത് പോലെയാണ്. കൊണ്ട സമയത്ത് ഒരു പെടച്ചലുണ്ട്, ഒരു പുകച്ചലുണ്ട്, കുറച്ച് നീരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഖുർആനെ കുറിച്ച് കേൾക്കുമ്പോൾ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ, മരിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സൊന്ന് പെടക്കും, ഒന്ന് കരയും, ഒരു ബേജാറുണ്ടാവും. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഈ അടി കിട്ടിയ പാട് മായുന്നത് പോലെ അതൊക്കെ മായും. റമദാനിൽ ഒരു ആവേശമുണ്ട്, റമദാൻ കഴിഞ്ഞ ആവേശം അടങ്ങും. ഒന്നാമത്തെ ജുമക്ക് കുറച്ച് ആളുകളൊക്കെ കൂടും. ഇന്നലെ തറാവിക്ക് ആളുണ്ടായിരുന്നു, പിന്നാന്ന് ആളുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ ഇതൊക്കെ കുറയുക എന്നത് തെറ്റൊന്നുമല്ല, സ്വാഭാവികമാണ്. ഈമാൻ കൂടും, ഈമാൻ കുറയും. പക്ഷെ കുറയുന്ന ഈമാനിനെ പരിഗണിക്കാതിരിക്കുക എന്നത് അപകടമാണ്. ഈമാൻ കുറയുന്ന ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്, എന്റെ ഈമാനികമായ അവസ്ഥ ഇങ്ങനെ കുറയുന്ന കാണുന്നുണ്ട്. ഇനി ഏത് നിമിഷവും ഒരു തെറ്റ് വന്നാൽ ചാടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനെ പരിഗണിച്ചില്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ടാണ് ഫദക്കിർ ഇന്ന ഫഅതി ദിക്റ സയദക്കറു മൻ യഖ്ശ വയതജന്നബുൽ അഷ്ഖ അല്ലദീ യസ്ലൻ നാറൽ കുബ്ര. എല്ലാ ജുമയിലും നമ്മൾ ഓതുന്ന ഖുർആനിക വചനമാണ് ഫദക്കിർ. ഓർത്തുകൊണ്ടേയിരിക്കണം. ഇന്ന് മറന്നാൽ നാളെ ഓർക്കുക. ഇന്ന് ഖബറിനെ കുറിച്ച് മറന്നുപോയി, നാളെ ഒന്നും കൂടെ ഖബറിനെ കുറിച്ച് ഓർക്കുക. മരണത്തെ കുറിച്ച് മറന്നുപോയി, നാളെ ഒന്നും കൂടി ഓർക്കുക. നിരന്തരം ഓർക്കാൻ ഒരു വഴിയുണ്ട്. ആ വഴി എന്താണെന്ന് വെച്ചാൽ ഖുർആനാണ്. ആ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാനിന് പോലീശ ഉണ്ടായത് ഖുർആൻ അവതരിച്ചത് കൊണ്ടാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന് അത്രയും വലിയ ഒരു പോസിബിലിറ്റി കൈവന്നത് ഖുർആൻ അവതരിച്ചത് കൊണ്ടാണ്. ഈ ഖുർആൻ എന്തോ ഒരു സ്പെഷ്യലാണ് എന്ന് റമദാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? ഇത് നമ്മൾ അറിയണം, ഇത് നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ റമദാൻ എന്ന് പറഞ്ഞാൽ റമദാൻ ഫെസ്റ്റിവലാണ്. റമദാൻ ഇന്ന് ആളുകൾക്ക് ഒരു ആഘോഷം പോലെ ഒരു ആഘോഷം. പെരുന്നാൾ ഒരു ആഘോഷമാണ്, അതുപോലെ റമദാൻ ഒരു ആഘോഷം. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ പറയുന്നുണ്ട്, റമദാൻ മന്ത് ഓഫ് ഫാസ്റ്റിംഗ്, നോമ്പ് നോക്കുന്ന മാസം എന്നതിൽ നിന്നും മന്ത് ഓഫ് ഫീസ്റ്റിംഗ്, ആളുകൾ തിന്നുന്ന മാസമായി മാറിയിരിക്കുകയാണ്. അതേ വേറൊരു കൊട്ടേഷൻ പറഞ്ഞത് മന്ത് ഓഫ് ഇഅ്തികാഫ്, ഇഅ്തികാഫ് ഇരിക്കുന്ന മാസത്തിൽ നിന്നും മാറി മന്ത് ഓഫ് ഈറ്റ് ദ കാഫ് എന്നാണ്. പക്ഷെ കുട്ടിയെ തിന്ന എന്ന് പറഞ്ഞാൽ മട്ടനിറച്ചി, പോത്തിറച്ചി, ഇങ്ങനെ എന്തൊക്കെ വിഭവങ്ങൾ കിട്ടും അത് തിന്നുന്ന മാസമായി പോകും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് മനസ്സിനെ വല്ലാതെ കൊണ്ടൊരു ഭാഗം എന്താ വെച്ചാൽ,
ആളുകൾ ഇങ്ങനെ ഫുഡിന്റെ ഏരിയകളും ഫുഡിന്റെ സ്റ്റാളുകളും ഒക്കെ ആയിട്ട് റമദാൻ തകർക്കുന്നു. അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിലെ മെനു എന്തായിരുന്നു എന്ന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. ആ പണ്ഡിതൻ പഠിക്കാൻ ശ്രമിച്ചതാണ്. ഞാനും കൂട്ടത്തിൽ അന്വേഷിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മെനു എന്താണ്, അതിൽ എണ്ണക്കടിയുണ്ടോ, എണ്ണയില്ലാത്ത കടിയുണ്ടോ, തണുത്തതും തണുപ്പ് കുറഞ്ഞതും ഒക്കെ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയാൻ അത്ഭുതം എന്ന് പറയട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടനീള ചരിത്രം വായിച്ചിട്ടും റമദാനിൽ അങ്ങനെ ഒരു മെനു അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയില്ല, നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലെ മുടി എത്ര എണ്ണം നരച്ചു എന്ന് കണ്ടുപിടിച്ച സഹാബാക്കൾ, അവിടെയാണ് അത്ഭുതം. അവർക്ക് പ്രവാചകന്റെ റമദാനിലെ ഡിഷിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. റമദാനിന് പുറത്തുള്ള ഡിഷിനെ കുറിച്ച് നമ്മൾ ഹദീസിൽ കണ്ടിട്ടുണ്ട്. അസ്വദൈൻ, ഒരു ഈത്തപ്പഴവും ഒരു വെള്ളവുമായിരുന്നു. റമദാനിന് പുറത്തെങ്കിൽ റമദാന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഫുഡിനെ കുറിച്ചേ നമ്മൾ കാണുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് അധികം വിഭവങ്ങളൊന്നും വേണ്ട. നമ്മുടെ പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ അതിനുവേണ്ടി ഒരുപാട് സമയം കളയാണ്. ഇത് എന്തിന്റെ സമയമാണ്? ഇബാദത്തിന്റെ സമയമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫുഡൊക്കെ ഒഴിവാക്കി എന്തായിരുന്നു ചെയ്തിരുന്നത്? അതുകൂടെ നമ്മൾ അറിയണമല്ലോ. യതദാറസൂനൽ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കുകയായിരുന്നു. ജിബ്രീലിനോടൊപ്പം ഖുർആൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ആ പഠിച്ച ഖുർആനിന്റെ ഒരു എഫക്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് റമദാനിൽ പ്രവാചകന്റെ ക്വാളിറ്റി എന്തായിരുന്നു എന്നോ അതൊക്കെ നമ്മൾ പഠിക്കണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു റമദാൻ എന്ന് നമ്മൾ പഠിക്കണ്ടേ? അങ്ങനെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അജ്വദന്നാസ് ഫി റമദാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസത്തിലും ഔദാര്യവാനായിരുന്നു. പക്ഷേ റമദാനിൽ കൂടുതൽ ഔദാര്യം ചെയ്തിരുന്നു. പ്രവാചകന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ഉണ്ടായിരുന്നത് നന്നേ കൊടുത്തിരുന്നു ആളുകൾക്ക് റമദാനിൽ. അതെന്തേ കാരണം? ഖുർആൻ പഠിച്ചിരുന്നു. അതാണ് കാരണം, വേറൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ഖുർആനുമായി കണക്റ്റഡ് ആയിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും അൺപ്ലഗ് ചെയ്തു, ഖുർആനിലേക്ക് പ്ലഗ് ചെയ്തു. ജീവിതത്തിന് മാറ്റം ഉണ്ടായി. പ്രിയമുള്ളവർ, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ പലയിടങ്ങളിൽ പണിയെടുക്കുന്നവരാണ്, വർക്ക് ചെയ്യുന്നവരാണ്, കോളേജുകളിലേക്ക് പോകുന്നവരാണ്. ഈ റമദാൻ നമ്മിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കോവർക്കേഴ്സ് ഉണ്ടാവും, നമ്മുടെ കൂടെ പണിയെടുക്കുന്നവർ, സഹപ്രവർത്തകർ, നമ്മുടെ കൂട്ടുകാർ, അവർക്ക് തോന്നണം. അവർ തോന്നാൻ വേണ്ടി ചെയ്യല്ല, പക്ഷെ എങ്കിലും അവർക്ക് തോന്നണം, ഈ പറഞ്ഞ ചങ്ങായിക്ക് റമദാൻ മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാൽ ടെമ്പർ ആയിരുന്നു, പെട്ടെന്ന് കയർത്ത് സംസാരിക്കുമായിരുന്നു, പൊട്ടിത്തെറിക്കുമായിരുന്നു. സംസാരത്തിൽ, അടക്കത്തിൽ, ഒതുക്കത്തിൽ എന്തോ ഒരു മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മെസ്സേജാണ്. നമ്മൾ ആളുകളെ ദഅവത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ റമദാൻ ഒരു ദഅവത്താണ്. ഈ റമദാൻ അമുസ്ലിം കാണുമ്പോൾ പോലും ഇതാ അഹമ്മദിന്റെ ജീവിതത്തിൽ, ഫാത്തിമയുടെ ജീവിതത്തിൽ റമദാൻ ഇത്ര മാറ്റം ഉണ്ടാക്കിയെങ്കിൽ അത് വെറുതെ പട്ടിണി കിടക്കുന്ന ഒരു സമ്പ്രദായമല്ല. ആളുകൾ നമ്മളൊക്കെ പട്ടിണി കിടക്കുന്ന പോലെ അവരും പട്ടിണി കിടക്കുന്നുണ്ട്, അവര് നോമ്പൊറിക്കുന്നുണ്ട്. പക്ഷെ ജീവിതം കൊണ്ട് നമുക്ക് അവരെ എഫക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. റമദാൻ അവന്റെ ജീവിതത്തെ ഇന്നലെ പോലെ ആയിരുന്നില്ല, ഇന്ന് അവൻ മാറി. റമദാനിന് എന്തോ പങ്കുണ്ടെങ്കിൽ അതെന്താന്ന് പഠിച്ചു നോക്കുക. അത് ഖുർആനാണെന്ന് മനസ്സിലാവുമ്പോൾ ഖുർആൻ പഠിച്ചു നോക്കുക. അങ്ങനെയാണ് ആളുകളെ നമ്മൾ ദഅവത്ത് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതം കൊണ്ട് ഈ റമദാൻ നമ്മൾ പരിവർത്തിക്കപ്പെടണം. നമ്മൾ കാരണമായി പല ആളുകളും പരിവർത്തനത്തിന് സാധ്യത ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആനുമായി നമ്മൾ പരമാവധി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കണം. ഇമാം മാലിക്കിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഇമാം മാലിക് മദീനയിലെ വലിയ ഹദീസ് പണ്ഡിതനാണ്. മദീനയിൽ തന്നെ മരിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് അദ്ദേഹം മദീനയുടെ പുറത്തേക്ക് പോലും കാര്യമായി പോകാറുണ്ടായിരുന്നില്ല. അത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടായിരുന്ന പണ്ഡിതൻ. പ്രവാചകന്റെ ഹദീസ് നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരുന്ന, നമ്മൾ ഇന്നും ആലോചിച്ച് നോക്കിയാൽ ഏതാണ് ആദ്യമായി പ്രിന്റ് ചെയ്യപ്പെട്ട, ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഹദീസിന്റെ കിതാബ് ഏതാണ്? ഇമാം മാലിക്കിന്റെ മുവത്തയാണ്. ഈ ഇമാം മാലിക്കിനെ കുറിച്ച് പറയുന്നത് റമദാനായാൽ അദ്ദേഹം ഹദീസിന്റെ ക്ലാസ്സുകളൊക്കെ മാറ്റിവെക്കും. നമ്മൾ മാറ്റിവെക്കുന്നത് റീൽസ് അല്ല, കച്ചവടമല്ല, അങ്ങനെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് അല്ല. മാറ്റിവെക്കുന്നത് ഹദീസാണ്, എന്നിട്ട് എടുത്തത് ഖുർആനാണ്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അദ്ദേഹം ഖുർആന് വേണ്ടി മാത്രം സമയം ചെലവഴിച്ചു. ഖുർആൻ പഠിക്കുന്നു, ജീവിതത്തിൽ അത് കൊണ്ടുവരുന്നു, ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ നിഴലിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് കാന ഖുലുഖുഹു അൽ ഖുർആൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു അത് തന്നെയായിരുന്നു ഖുർആൻ. ഖുർആൻ എന്തായിരുന്നു അത് തന്നെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടണം. മറ്റൊന്ന്, റമദാൻ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം, അത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഹലാല് കഴിഞ്ഞ മാസം വരെ എന്തൊക്കെയായിരുന്നോ അതൊക്കെ ഇപ്പൊ ഹറാമായി. നമുക്ക് കുടിക്കാമായിരുന്നു, നമുക്ക് തിന്നാമായിരുന്നു, പക്ഷെ ഇപ്പൊ തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും തിന്നില്ല. കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും കുടിച്ചില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ മാസം ഹലാലായത് പോലും ഈ മാസം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ഹറാമായത് റമദാൻ കഴിഞ്ഞാലും നമുക്ക് ഒഴിവാക്കാൻ കഴിയും, ഒരു സംശയമില്ല. പല യുവാക്കളും പ്രതിസന്ധികൾ പറയാറുണ്ട്. ഇന്ന അശ്ലീല വീഡിയോകൾക്ക് നമ്മൾ സ്വാഭാവികമായി അഡിക്ഷൻ വന്നിട്ടുണ്ട്, ഡ്രഗ്സിനോട് അഡിക്ഷൻ വന്നിട്ടുണ്ട്, ചില ആളുകൾക്ക് സിഗരറ്റിനോട് അഡിക്ഷൻ വന്നിട്ടുണ്ട്, പല അഡിക്ഷനുകളും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിച്ചു, റമദാൻ ആകുമ്പോൾ അവരുടെ ജീവിതത്തൊന്നും ഇതില്ല.
ജീവിതത്തിൽ അതൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. മാറ്റാൻ കഴിയും എന്നതിന് തെളിവാണല്ലോ റമദാൻ. എങ്കിൽ അതേ പിടുത്തം പിടിച്ചാൽ റമദാനിന് ശേഷവും ഈ ഹറാമൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. ആത്മനിയന്ത്രണമാണ്. നമ്മളെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് റമദാൻ തരുന്നുണ്ട്. ആത്മനിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാവും കൂടെ നമ്മൾ സൂക്ഷിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പോകുന്ന ഒന്ന് നാവാണ്. ആളുകളെ കുറിച്ച് പറയുന്നത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ അമല് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത അമലുകളൊക്കെ ഒറ്റ വർത്താനത്തിൽ പോകാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹസൻ ബസരിയെ കുറിച്ച് ഒരിക്കൽ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. ഹസൻ ബസരിയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വലിയ മുന്തിയ ഇനം കാരക്ക കൊടുത്തുവിടാൻ, നല്ല ഗിഫ്റ്റ് വോച്ചറൊക്കെ ആക്കിയിട്ട്. ഹസൻ ബസരിക്ക് വലിയ അത്ഭുതമായി. ഇയാൾ എന്നെ എന്നും ചീത്ത വിളിച്ചിരുന്ന ആളായിരുന്നു. ഹസൻ ബസരി ഒരാൾക്ക് ഈത്തപ്പഴമാണ് കൊടുക്കുന്നത്. ഹസൻ ബസരി ഒരു മനുഷ്യന് ഏറ്റവും നല്ല ഈത്തപ്പഴം പൊതിഞ്ഞിട്ട് ഒരു മനുഷ്യന് വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ ആ മനുഷ്യൻ ചിന്തിക്കാണ്, അല്ല, ഹസൻ ബസരിയെ ഞാൻ എന്നും ചീത്ത പറഞ്ഞിരുന്നല്ലോ, ഹസൻ ബസരിയെ ഞാനെന്നും ചീത്ത പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ കുറ്റവും കുറവും ഞാൻ പബ്ലിക്കിൽ പറയുമായിരുന്നു, എന്നിട്ടും എന്തേ അദ്ദേഹം എനിക്ക് ഏറ്റവും മുന്തിയ ഈത്തപ്പഴം ഗിഫ്റ്റ് ആയിട്ട് തന്നത് എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഹസൻ ബസരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, താങ്കൾ എന്നെ കുറിച്ച് എന്തൊക്കെയോ കുറ്റവും കുറവും പറഞ്ഞപ്പോൾ താങ്കൾ കഷ്ടപ്പെട്ട് ചെയ്ത നന്മയൊക്കെ അള്ളാഹു എനിക്ക് വരവ് വെച്ചു. അത്രയും വലിയ ആയുസ് കളഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് തന്ന ഈ പ്രതിഫലം വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും തിരിച്ചു തരണമല്ലോ. അതുകൊണ്ട് ബസറ എന്ന് പറയുന്നത് ഈത്തപ്പഴത്തിന് പേര് കേട്ട സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ബസറയിലേക്ക് ഈത്തപ്പഴം കയറ്റി കൊണ്ടുപോകരുത് എന്ന്. അതുകൊണ്ട് നല്ല ഈത്തപ്പഴം പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് പറയാമെങ്കിൽ ഒരു ഐഫോൺ എങ്കിലും കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ആളുകൾ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നു. അതൊക്കെ ആളുകളെ പറഞ്ഞിട്ട് അതൊക്കെ കളയുന്നു. അതുകൊണ്ട് നമ്മുടെ നാവ് പ്രത്യേകം സൂക്ഷിക്കണം. ഒരാളെ കുറിച്ച് നമുക്ക് പറയണ്ട. നാളെ അള്ളാഹു എന്നെ അവന്റെ മുന്നിൽ നിർത്തിയിട്ട് അഹമ്മദിനെ കുറിച്ചും ജബ്ബാറിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാൻ പോകുന്നേയില്ല. നീ എന്ത് ചെയ്തു എന്ന് മാത്രമേ ചോദിക്കൂ. അത് നമ്മുടെ ബേജാറായിരിക്കും. നമ്മളുടെ ബേജാറ് മൊത്തം ആളുകളെ കുറിച്ചാണ്. അവൻ അത് ചെയ്തു, അവൻ ഇത് ചെയ്തു, അവനെ കുറിച്ചുള്ള അഭിപ്രായം, ഇവനെ കുറിച്ചുള്ള അഭിപ്രായം, എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ നാട്ടുകാർക്ക്? അത് നമ്മൾ അറിഞ്ഞോ? നമ്മൾ കഴിഞ്ഞ കുറെ ഖുതുബ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു തോട്ടക്കാരൻ അദ്ദേഹം ഒരു STD ബൂത്തിൽ കിടന്നിട്ട് ഒരു വീട്ടിലേക്ക് വിളിക്കാണ്. അപ്പൊ ഈ ബൂത്തിലുള്ള ആളിങ്ങനെ കേൾക്കുന്നുണ്ട്, എന്താ വിളിക്കുന്നത്. ഇദ്ദേഹം വിളിച്ചിട്ട് വീട്ടുകാരോട് ചോദിക്കുകയാണ്, ഞാൻ ഒന്നാം തരം തോട്ടപ്പണി അറിയുന്ന മനുഷ്യനാണ്, നിങ്ങളുടെ വീട്ടിൽ തോട്ടക്കാരൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ എടുക്കാം. അപ്പൊ വീട്ടുകാർ പറയാണ്, അല്ല, നമ്മുടെ വീട്ടിൽ ഒരു തോട്ടക്കാരനുണ്ട്, അവൻ മതി. അല്ല, അവനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ഞാൻ പണിയെടുക്കാം. അല്ല, അത് വേണ്ട, അവനേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ നല്ല ടൂൾസ് ഉപയോഗിച്ച് ഞാൻ പണിയെടുക്കാം. എന്നാലും നിങ്ങളെ വേണ്ട, നമുക്ക് അയാളെ തൃപ്തിയാണ്. ഇദ്ദേഹം എത്ര പറഞ്ഞിട്ടും ഇവര് സമ്മതിക്കുന്നില്ല. അവസാനം ഫോൺ കട്ടിയിട്ട് തിരിച്ചു പോകുമ്പോൾ STDയിലെ ബൂത്തുകാരൻ പറയാണ്, ഇതൊരു കഥയാണ്, അല്ല, നിങ്ങൾക്ക് അത്രയും പണിക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പണി ഇറക്കുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ നിന്നോ, എന്തെങ്കിലുമൊക്കെ ഞാൻ തരാം. അപ്പോൾ ഈ വിളിച്ച ചങ്ങായി പറഞ്ഞു കൊടുക്കാണ്, അങ്ങനെ പണി അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതല്ല, ഞാൻ വിളിച്ച വീട്ടിലെ തോട്ടക്കാരൻ ഞാൻ തന്നെയാണ്. എന്നെക്കുറിച്ച് ആ വീട്ടുകാർക്ക് എന്താണോ അഭിപ്രായം എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. അവരെ വിളിച്ചപ്പോൾ എനിക്ക് തൃപ്തിയായി, എന്നെക്കുറിച്ച് അവർക്ക് പരാതിയൊന്നുമില്ല, അതുകൊണ്ട് സന്തോഷത്തിന് ഞാൻ തിരിച്ചു പോവാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ആളുകളുടെ കൺസെപ്റ്റ് എന്താണെന്നും നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ ആളുകളെ കുറിച്ച് എന്തൊക്കെയോ പറയാം. നമ്മുടെ നാവിന് കൃത്യമായ ഒരു നിയന്ത്രണം ആവശ്യമുണ്ട്. അതുപോലെ ബന്ധങ്ങൾ നമ്മൾ നന്നാക്കണം. നമ്മൾ എത്ര ഇബാദത്തുകൾ ചെയ്താലും ബന്ധം നന്നായില്ലേ ഒരു ഇബാദത്തും ഇവിടെ ഞങ്ങളുടെ ആകാശത്തേക്ക് ഉയരൂല. നമ്മൾ ആലോചിച്ചോ, എല്ലാ വ്യാഴാഴ്ചയും വരും. വ്യാഴാഴ്ച അമലുകളൊക്കെ ഇന്നലെ നമ്മൾ ചെയ്ത തറാവീഹ് ഇന്നലെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ആരെങ്കിലുമായി തെറ്റി നിന്നിട്ടുണ്ടോ സലാം പറയണം, അവരുമായി ബന്ധം പുതുക്കണം. അവർ ബന്ധം പുതുക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അമൽ കടന്നു പോകണം എന്നതാണല്ലോ നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, റമദാൻ നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും മനുഷ്യനുമായി തെറ്റി നിന്നിട്ടുണ്ടെങ്കിൽ റമദാൻ വരുന്നതിന് നമ്മൾ പേടിച്ചിരുന്നു എന്നാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിലും മറ്റൊരു മനുഷ്യനോട് പകയില്ലാതെ ദേഷ്യമില്ലാതെ റമദാൻ നമ്മളിലേക്ക് വരണം. സഅദ് ഇബ്നു അബീ വക്കാസിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു മനുഷ്യനോട് വെറുപ്പുണ്ടായിരുന്നില്ല എന്നാണ്. നമുക്ക് എപ്പോഴാണ് വെറുപ്പുണ്ടാകുന്നത്? ദുനിയാവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആളുകൾ എന്തും പറഞ്ഞോട്ടെ, ആളുകൾ എന്തും ചെയ്തോട്ടെ, അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് തറാവീഹ്. തറാവീഹ് നമ്മൾ നമസ്കരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ പ്രത്യേകിച്ച് ആലോചിച്ച് നോക്കണം. തറാവീഹ് വെറുതെ നമ്മൾ നിസ്കരിച്ച് തീർക്കാൻ വേണ്ടി നിസ്കരിക്കുകയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 അല്ലെങ്കിൽ 4 ദിവസം മാത്രമേ തറാവീഹിന് വേണ്ടി പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അപ്പത്തേക്കാണ് ആള് കൂടി, പ്രവാചകൻ പിന്നെ ഉള്ളിൽ കയറി എന്നാണ് ഹദീസിൽ നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് കൊണ്ട് ഉദ്ദേശിച്ചത് ഒറ്റക്ക് അള്ളാഹുമായി നിൽക്കണം എന്നായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിച്ച് സഹാബാക്കൾ ആഗ്രഹത്തിൽ പിറകെ കൂടിയതാണ്. എന്ന് പറഞ്ഞാൽ തറാവീഹിന് ഉണ്ടാകേണ്ടത് ഒരു മനസ്സാന്നിധ്യമാണ്. അത് വലിയ പള്ളി ആയിക്കോട്ടെ, ചെറിയ പള്ളി ആയിക്കോട്ടെ, മനസ്സാന്നിധ്യം കിട്ടുന്നിടത്ത് നമ്മൾ പോകണം. പരമാവധി അള്ളാഹുവുമായി അങ്ങനെ തന്നെ നേരിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ തറാവീഹ് നമസ്കരിക്കാൻ നമുക്ക് കഴിയണം. മൻ ഖാമ റമളാൻ ഈമാൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈ ഹദീസ് നമ്മൾ തറാവീഹിൽ എപ്പോഴൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. ആരെങ്കിലും
തറാവീഹ് കൃത്യമായി നമസ്കരിച്ചാൽ, ഈമാനോട് കൂടി നമസ്കരിച്ചാൽ, പ്രതിഫലം ആഗ്രഹിച്ച് നമസ്കരിച്ചാൽ മുമ്പുള്ള എല്ലാ പാവങ്ങളും പൊറുക്കപ്പെടും. അതിനാണല്ലോ നമ്മൾ ഈ പണി മൊത്തം എടുക്കുന്നത്. അതുകൊണ്ട് ഈ നിയ്യത്ത് ഉണ്ടാകണം നമ്മുടെ മനസ്സിൽ. മാത്രമല്ല, ഏറ്റവും നല്ല അമൽ ഏതാണ് എന്ന് നമ്മൾ പഠിക്കണം. ഏറ്റവും നല്ല അമൽ അത് ഏറ്റവും മുൻഗണനയിൽ നമ്മൾ ചെയ്തു തുടങ്ങണം. അങ്ങനെ പണ്ഡിതന്മാരെ ചർച്ച ചെയ്തപ്പോൾ റമദാനിലെ ഏറ്റവും പോരിശയുള്ള അമൽ ഏതാണ്? ഒന്നാം റാങ്ക് കൊടുത്തത് നോമ്പിനാണ്. നോമ്പാണ് ഏറ്റവും പ്രതിഫലമുള്ളത്, അതിന് സംശയമൊന്നുമില്ല. ഒന്നാമത്തത് സിയാമാണ്, രണ്ടാമത്തത് ഖിയാമാണ്. ഖിയാം എന്ന് പറഞ്ഞാൽ ദീർഘമായി നിന്ന് നമസ്കരിക്കാൻ കഴിയുക. മൂന്നാമത്തത് ഖിറാഅത്തുൽ ഖുർആനാണ്. അതാണ് നമ്മുടെ വിഷയം. ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആനുമായി നമുക്ക് ബന്ധം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റമദാനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമദാനിലും ജിബ്രീലിന് ഒരു തവണ ഖുർആൻ കേൾപ്പിച്ചിരുന്നു. പക്ഷേ റമദാൻ അവസാനമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാനിൽ 2 തവണ ഖുർആൻ കേൾപ്പിച്ചിരുന്നു. കേൾപ്പിക്കൽ മാത്രമാണ് ഒരു തവണ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലാതെ ഒരുപാട് തവണ ഖുർആൻ ഓതിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു തവണ എങ്കിലും ഖുർആൻ കംപ്ലീറ്റ് ആയി ഓതാൻ നമുക്ക് കഴിയണം. പ്ലാൻ ഉണ്ടോ ഓതാൻ കഴിയും. നമുക്ക് സമയമില്ല എന്ന് നമ്മൾ പറയുകയാണ്. നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി സമയം കളയുന്നുണ്ട്. നിയ്യത്തുണ്ടാകണം, ഒരു തവണ ഖുർആൻ ഓതണം എന്ന് മാത്രമല്ല, ചില പണ്ഡിതർ പറയുന്നത് ഖുർആൻ മുഴുവനായി ഓതി തീർക്കപ്പെടുന്ന പള്ളികൾ ഉണ്ടാവും. ഖിറാഅത്തുകൾ കുറച്ചല്പം ദീർഘമായി നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള ഇടങ്ങൾ നമ്മൾ കാണണം. ഇനി ഫുള്ളായി ഓതുന്നില്ലെങ്കിൽ എത്രയാണോ ദീർഘമായി ഖുർആൻ ഓതുന്നത് അത്തരം പള്ളികൾ നമ്മൾ തേടി പോകണം. ഒന്ന് ഓതിയിട്ടാണ് നമ്മൾ ഖത്തം തീർക്കുന്നതെങ്കിൽ മറ്റൊന്ന് കേട്ടിട്ട് തീർക്കാൻ നമുക്ക് കഴിയണം. കാരണം ഖുർആൻ എപ്പോഴും ഓതുക എന്ന് പറയുന്നത് പോലെ പറഞ്ഞ ഒന്നാണ് കേൾക്കുക. ഇതാ തുത്ല അലൈഹിം ആയാതുന, അവർക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ചർമ്മം എഴുന്നേറ്റ് നിൽക്കും. വതഖ്ശഇറു ഖുലൂബുഹും വജുലൂദുഹും ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവർ ഒന്ന് ഭയക്കും. ആ ഭയം ഉണ്ടാകണം. അതില്ലെങ്കിൽ പറയുന്നത് വവൈലുലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ആയത്ത് കേട്ടിട്ടും അനങ്ങാത്ത കുലുങ്ങാത്ത ഹൃദയം, അതിന് നാശം ഉണ്ടാകട്ടെ എന്ന് ഖുർആൻ തന്നെ പറയാം. അതെന്തുകൊണ്ട് നമുക്കങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഈ ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് കിടക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഖുർആൻ മുഴുവനായി നമ്മൾ പഠിക്കണം. അതിനു മുമ്പ് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യണം. ഖുർആനെ കുറിച്ച് പറയാനുള്ള കാരണം, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഖുർആൻ പള്ളിയിൽ ശ്രദ്ധിച്ച ആളുകൾക്കൊക്കെ അറിയാം, ഖുർആനിന്റെ തുടക്ക ഭാഗമാണ് ഓതി വരുന്നത്. സൂറത്തുൽ ഫാത്തിഹയാണ്, സൂറത്തുൽ ബഖറയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വെറുതെ പോയി ഖുർആന്റെ ബേക്കിൽ നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ഓതുന്നത് എന്താണ് എന്ന് പഠിക്കാൻ സമയം മെനക്കെട്ടിട്ട് നമ്മൾ പോകണം. നമ്മുടെ മനസ്സിന് അത് വല്ലാതെ സ്വാധീനിക്കും. സൂറത്തുൽ ബഖറയാണ് ഓതുന്നത്. ബഖറ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി എന്നാണ് അർത്ഥം. വലിയ സൂറത്താണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ വന്നതിന് ശേഷം ആദ്യം അവതരിച്ച സൂറത്തുൽ ബഖറയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? പഠിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നും. പശുക്കുട്ടിയെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ബനു ഇസ്രായേലിനോട് ഒരു പശു അറുക്കാൻ വേണ്ടി പറഞ്ഞു. അറുക്കാൻ പറഞ്ഞപ്പം അറുക്കാനുള്ള മടി കൊണ്ട് അതിന്റെ കളർ, അതിന്റെ നിറം, അതിന്റെ സൈസ് എന്തൊക്കെയോ ചോദിച്ചിട്ട് ഇതെങ്ങനെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടട്ടെ എന്ന ഉടായി പറക്കുകയാണ് എന്ന ഒരു തന്ത്രബുദ്ധി പ്രയോഗിക്കുകയാണ് ബനു ഇസ്രായേൽ. അവസാനം ഗതിയില്ലാതെ എന്തായിരുന്നാലും സക്കാത്ത് കൊടുക്കേണ്ടി വരും. അവസാനം സക്കാത്ത് കൊടുക്കും. മനസ്സ് മുഷിഞ്ഞു കൊടുക്കുമ്പോൾ പ്രതിഫലം കിട്ടൂല എന്ന് പറഞ്ഞ പോലെ ഇവരങ്ങനെ അവസാനം അറുത്തു. ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്, ഒരു പശുക്കുട്ടിയെ അറുക്കാൻ പറഞ്ഞിട്ട് മനസ്സില്ലാതെ അറുത്ത ബനു ഇസ്രായേലിനെ ആദ്യം പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ്. ഒരു പശുക്കുട്ടിയെ പോലും അറുക്കാൻ കഴിയാത്ത ബനു ഇസ്രായേലിനെ നിങ്ങൾ പഠിക്കണം. സ്വന്തം മകനെ അറുക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ അറുത്ത ഇബ്രാഹിമിനെ നിങ്ങൾ കാണൂ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തു ബഖറയിലാണ് ഇത് പറയുന്നത്. അത് വെറുതെ പേര് വന്നതല്ല. ബഖറ എന്ന് പറയുന്നത് ഇബ്രാഹിം പറഞ്ഞപ്പോൾ കേട്ടു, ബനു ഇസ്രായേൽ കേട്ടില്ല. നമ്മളോട് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് അള്ളാഹുവെ കേട്ടു എന്നാണ്. അതുകൊണ്ടാണ് സൂറത്തു ബഖറ അവസാനിക്കുന്ന അവസാനത്തെ 2 ആയത്തുകൾ ആമന റസൂൽ തുടങ്ങുന്ന ആയത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, വഖാലു സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ഖുർആൻ ആ സൂറത്തു ബഖറ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. വഖാലു സമിഅനാ, അല്ലാഹു നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, വഅതഅനാ, ഞാൻ അത് കേട്ടു. ഈ സമർപ്പണം വേണം എന്ന് സൂറത്തു ബഖറ വലിയൊരു അധ്യായം ചെറിയ പാഠമായി പറഞ്ഞാണ്. ഇത് ഒരുപാടല്ല, ദീർഘമായി നമുക്ക് പറയാനുണ്ട്. പറയാനുള്ള സമയം നമുക്കില്ല. വിശുദ്ധ ഖുർആൻ എത്രയാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇടക്ക് വെച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ബനു ഇസ്രായേലിന് ഒരുപാട് നന്മകൾ അള്ളാഹു ചെയ്തു കൊടുത്തു. അവർക്ക് മഞ്ഞ ഇറക്കി കൊടുത്തു, സലുവ ഇറക്കി കൊടുത്തു. പക്ഷെ അവർ ചെയ്തത് അതൊന്നും വേണ്ട, നമുക്ക് പച്ചക്കറി മതി എന്ന് പറഞ്ഞു. അള്ളാഹു ഒരു പക്ഷെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് വേണ്ട, ബെറ്റർ മതി, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തിരക്കേടില്ല, അങ്ങനെ പോകാം എന്ന് നിങ്ങൾ വിചാരിക്കും. അള്ളാഹു നിങ്ങൾക്ക് നല്ലത് തരുന്നു, നിങ്ങൾ അത് ഒഴിവാക്കുന്നു. ബനു ഇസ്രായേലിന്റെ പരിപാടിയാണ്. അതുപോലെ തന്നെ ബനു ഇസ്രായേൽ എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്താൽ അതിന് ഉൾട്ട ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ പട്ടണത്തിലേക്ക് കയറുമ്പോൾ ഹിത്തത്തുൻ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വേറെന്തൊക്കെയോ പറഞ്ഞിട്ട് കയറുക. മനുഷ്യന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. മനുഷ്യനോട് ഒരു കാര്യം പറഞ്ഞാൽ
അത് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി മനുഷ്യരുണ്ട്. കല്യാണം ലളിതമാക്കാൻ പറഞ്ഞു, അപ്പൊ കല്യാണം ഉഷാറാക്കി. കല്യാണം കടം വാങ്ങിച്ചിട്ടോ അതിനും അപ്പുറത്തേക്ക് കഴിയാത്ത ഭാരം വഹിച്ചിട്ട് കല്യാണം നടത്തി, അതോടെ നടുപൊളിഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കൂ, കല്യാണം ഗംഭീരമാക്കണം എന്ന് പറഞ്ഞ ആളുകൾ നാളെ പ്രൊട്ടസ്റ്റ് ആയിട്ടോ എന്തിനാ അത്രയൊക്കെ കല്യാണത്തിന്റെ ആവശ്യം, ചെറിയ കടമായിട്ടൊക്കെ കല്യാണം നടത്തണോ, അതൊക്കെ വളരെ ലളിതമാണല്ലോ എന്ന് ആളുകൾ പറയും. മുഖം മറക്കണം, നിങ്ങൾ പെണ്ണുങ്ങൾ സ്ത്രീകൾ വസ്ത്രം ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഇല്ലാതെ ആളുകൾ നടക്കാൻ തുടങ്ങി. നിങ്ങൾ വസ്ത്രമില്ലാതെ നടക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഒരു അവകാശമല്ലേ, അതൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞ ആളുകൾ കൊടിയും പിടിച്ചിറങ്ങും. എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് എന്താണോ പറഞ്ഞത് അതിന് ഓപ്പോസിറ്റ് ഒക്കെ മനുഷ്യന് കഴിയും. ഇത് സൂറത്തുൽ ബഖറയിൽ പറയാൻ. പ്രിയമുള്ളവരെ, ബഖറയെക്കുറിച്ച് കൂടുതലായി പറയാൻ നമുക്ക് സമയമില്ല. ഖുർആൻ നമ്മൾ അറിയണം, പഠിക്കണം. കുറച്ചൊക്കെ മെനക്കെട്ട് ഖുർആനുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ ഖുർആൻ തിരിച്ചിങ്ങോട്ടേക്ക് തസ്കിയത്ത് തരും. അങ്ങനെ ഖുർആനിന്റെ മാസമാക്കാൻ, ഖുർആനിനോട് ചേർന്ന് നിൽക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ എല്ലാ നന്മകളുടെയും മാസമാണ് എന്നതുപോലെ അള്ളാഹു തന്ന സമ്പത്തിൽ നിന്നും ചെലവഴിക്കൽ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള ഒരു മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അജുബദന്നാസ് എന്ന് പറഞ്ഞപ്പോൾ ചില പണ്ഡിതർ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായി സ്വതക്ക ചെയ്തിരുന്ന സമയമായിരുന്നു റമദാൻ. സ്വതക്ക ഏറെ പുണ്യകരമായ ഒരു സമയം, ഒരു സന്ദർഭമാണ്. അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു സംഭവം, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഒരു ഡിഷ് കൊടുത്തേക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. പക്ഷെ ആയിഷ ബീവി അതൊക്കെ ആളുകൾക്ക് ഇങ്ങനെ സ്വതക്ക ചെയ്തു. ആ ആടിന്റെ അവസാനത്തെ തോട് മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാറ്റിവെച്ചു. പ്രവാചകൻ കടന്നു വന്നപ്പോൾ ആയിഷ വളരെ സങ്കടത്തോടു കൂടി പറയാം, റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൊടുത്തു, ഈ ആടിന്റെ തോളിൽ മാത്രമേ ബാക്കിയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് തിരിച്ചു പറയുന്ന വർത്താനം നമ്മൾ ആലോചിച്ചു. ആയിഷ, ഇത് മാത്രം നമുക്ക് നഷ്ടമായി, ബാക്കിയൊക്കെ നമുക്ക് ബാക്കിയായി. ഇതാണ് സ്വതക്ക എന്ന് പറയുന്നത്. കൊടുത്തത് മാത്രം ബാക്കിയായി. നമ്മൾ ആലോചിച്ച് നോക്കൂ, കൊടുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാകണം. നല്ലൊരു അവസരം, അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടുത്ത ഒരു സ്ഥലമാണ് രാമന്തള്ളി. ആ രാമന്തള്ളിയിൽ ഇതുപോലുള്ളൊരു പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭാരിച്ച ചെലവുകൾ ആവശ്യമുണ്ട്. ആ പള്ളി പൂർത്തിയാക്കാൻ നമ്മളാൽ കഴിയുന്നത് അതെത്രയാണോ, അതെത്ര കുറവാണെങ്കിലും നമ്മൾ മടിക്കരുത്. എത്ര കൂടുതലാണെങ്കിലും കുറഞ്ഞു പോയി എന്ന ബോധത്തിൽ നമ്മൾ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നുണ്ട്, ഒരു ദിവസം തറാവീഹ് അങ്ങ് നിൽക്കും. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, മരിച്ചാൽ ഈ ഖുർആനൊത്തൊക്കെ അങ്ങ് നിൽക്കും. നമ്മൾ ആളുകൾക്ക് അപ്പുറം ഇപ്പുറം ഓടിയിട്ട് സഹായം ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒരു കാലത്ത് നിൽക്കും. നിൽക്കാത്ത സ്വതക്കയെക്കുറിച്ച് പറയുന്നത് അവിടെയാണ്. സ്വതക്കത്തുൻ ജാരിയ, നീ മരിച്ചു പോയാലും നിന്റെ കബറിലേക്ക് എത്തണം. നമ്മൾ ആലോചിച്ചു ഒരു പള്ളിയെക്കുറിച്ചൊക്കെ, ഈ പള്ളിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതെടുത്ത ആളുകൾ ഒരുപക്ഷെ കബറിലായിരിക്കും. ഇന്നും നമ്മൾ എത്രയോ ആളുകൾ ഇവിടെ വന്നിരുന്നു, അവർ ഖുർആൻ ഓതി, ആ ഖുർആനോത്തിന്റെ കൂലി, ഇഅ്തികാഫിന്റെ കൂലി, അവർ നമസ്കരിച്ച നമസ്കാരത്തിന്റെ കൂലി, ഏതെങ്കിലും ഒരു ഖുത്ബയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായിട്ട് നാട്ടിലേക്ക് പോയി അവന്റെ കുടുംബം നന്നായാൽ നമുക്ക് ആഗ്രഹിക്കാനോ ആലോചിക്കാനോ പോലും കഴിയാത്തത്ര വലിയൊരു തലമുറയുടെ കൂലി ആർക്കാ കിട്ടിയത്? ഈ പള്ളി ഉണ്ടാക്കിയ മനുഷ്യൻ കിട്ടി. അവൻ അറിഞ്ഞോ? ഇല്ല. അതുകൊണ്ടാണ് സൂറത്തുൽ യാസീൻ പറഞ്ഞത്, അവർ ചെയ്തത് എഴുതും. ഖുർആൻ എഴുതും, തറാവീഹ് എഴുതും, ഫർദ് എഴുതും. പക്ഷെ ആസാറഹും, നിലക്കാതെ തുടരുന്ന സദഖകൾ അള്ളാഹു എഴുതും. അത് ഖബറിൽ ഇപ്പോഴും ആവശ്യമാണ്. അത് നിലക്കൂല, അത് ആവശ്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഖബറിലെത്തിയാൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു റമദാൻ കിട്ടിയിരുന്നെങ്കിൽ, ഒരു സുന്നത്ത് കിട്ടിയിരുന്നെങ്കിൽ, ഒരു നമസ്കാരം കിട്ടിയിരുന്നെങ്കിൽ. ആ സമയത്തും കിട്ടുന്ന ഒന്നുണ്ട്, അത് സദക്ക മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ സാഹചര്യവും സന്ദർഭങ്ങളും നമ്മൾ കളയരുത്. എത്രയാണോ പറ്റുന്നത്, ഒരു മുസല്ലക്ക് 15,000 രൂപയാണ്, കഴിയുന്നവർ അത് കൊടുക്കണം. പിന്നീടാവാം എന്ന് നമ്മൾ കരുതരുത്. ഒരു 500 കൊടുത്താൽ ഇന്നത്തെ ഇഫ്താർ മുടങ്ങില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഒരു 500 1000 കൊടുത്താൽ ഇന്നത്തെ രാത്രി ഫുഡ് കിട്ടാതെ നമ്മൾ വിശന്നു പോവില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത് കൊടുത്താൽ ഇതൊക്കെ നടക്കും. ആ കൊടുത്തത് ബാക്കിയാകും, ബാക്കിയൊക്കെ അള്ളാഹു നടത്തി തരും. അള്ളാഹു കൂടുതലായി സ്വതക്ക ചെയ്യാൻ, നാളേക്ക് വേണ്ടി കരുതി വെക്കാൻ. ഖുർആൻ പറയാൻ, നിങ്ങൾ എന്താണോ നാളേക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചത് അത് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരും.
അള്ളാഹു ഇത്രയും വലിയ പ്രതിഫലമായി കാണിക്കപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ റമദാൻ ഏറ്റവും വലിയ പരിവർത്തനമായി, ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു തുടക്കമാക്കി അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ പരലോക ജീവിതം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല മനുഷ്യരുമുണ്ട്. അവരൊക്കെ നമ്മുടെ ദുആയിൽ ചേർത്ത് പിടിക്കുക. പ്രത്യേകിച്ച് പലസ്തീനിൽ പ്രയാസങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് നിത്യമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ സമ്പത്തിന് എല്ലാവിധ ഖൈറുബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم.